ഹായ് ഓൾ. ഒരു വളരെ ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മാതൃസ്പർശം കുറച്ച് പേർക്കെങ്കിലും അറിയിക്കും മാതൃസ്പർശം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്താണ്. ഞങ്ങൾ ഒരു 2 വർഷം മുന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കുണ്ട്ര താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് കുറച്ച് ഗർഭിണികൾ കൂടെ ചേർത്ത് ഞാനും കൂടെ ചേർന്ന് തുടങ്ങിയതാണ്. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാവപ്പെട്ട കുറേ പേര് കാണുമല്ലോ, അവർക്ക് ആൾക്കാരെ സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. അവർ സാമ്പത്തികമായിട്ടൊരു പിന്നോക്കമാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്, നല്ല മനസ്സുണ്ട്, പക്ഷെ സാമ്പത്തികമില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് എല്ലാവരും കുറച്ച് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഇതിലെത്തിയത്. അതിൽ കുറേ പേരിങ്ങനെ ജോയിൻ ചെയ്യുകയും അങ്ങനെ എല്ലാവരും കൂടെ ഒരു ചെറിയ എമൗണ്ട്, ഞങ്ങൾ വെച്ചിരിക്കുന്നത് 200-ൽ താഴെ എമൗണ്ട് ഇടുക. അത് 10 ആയിക്കോട്ടെ, 20 ആയിക്കോട്ടെ, 30 രൂപ ആയിക്കോട്ടെ. 30 രൂപയ്ക്ക് എത്രയോ പേരിടുന്നു, 50 പേര് എത്രയോ പേരിടുന്നുണ്ട്. അപ്പം എണ്ണത്തിൽ കൂടുതലായ എമൗണ്ട് കിട്ടുമ്പോൾ തുകയാവുകയും എല്ലാ മാസവും ഓരോ വീട്ടുകാരെ സഹായിക്കുക, അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ സഹായിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം പാവപ്പെട്ടവരെ സഹായിക്കുക. സാമ്പത്തികമായിട്ടാണ് ഈ പാവപ്പെട്ടവരെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, അത് വേറൊരു രീതിയിലുമല്ല. ഓക്കെ, അപ്പം അതായിരുന്നു ഉദ്ദേശം. അത് വളരെ സക്സസ്ഫുള്ളി നമ്മൾ 8-9 മാസം പോയി. അതിനുശേഷം പിന്നെ ഒരു പ്രശ്നം വന്നു പറഞ്ഞാൽ, ഈ പൈസ അയക്കുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ടിലോട്ടായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ശരിയല്ലല്ലോ. അതിന് കുറച്ചും കൂടെ സുതാര്യത കിട്ടണം എന്ന് പറഞ്ഞത് നമ്മൾ മാതൃസ്പർശം എന്നുള്ള സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്തു. ഒരു രജിസ്റ്റേർഡ് സംഘടനയായിട്ട് അത് മാറി, ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് അത് മാറി. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ശരിക്കും കഷ്ടപ്പെട്ടു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം പേര് അതിൻ്റെ പുറകിലുണ്ട്. ഞങ്ങളൊരു 6 പേരാണ് കോർ കമ്മിറ്റിയിലുള്ളത്. അതിലുള്ള എല്ലാ വ്യക്തികളും, ഇൻക്ലൂഡിങ് എടുത്തു പറയേണ്ട പേര് ഷെർലീന, ആതിര, ബാക്കി 4 പേരുടെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവരും. അപ്പോൾ അത് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത ശേഷം നമ്മൾ ആദ്യമായിട്ട് ഈ മാസം ഒരു കുടുംബത്തിന് ഒരു തുക നമ്മൾ കൈമാറുകയുണ്ടായി. അതും വളരെ സന്തോഷമുണ്ട്. അതെല്ലാവരും കൂടെ ചേർന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും പേര്, എനിക്ക് 140 പേരെന്തോ ചെറിയ തുക ഇട്ടപ്പോഴത്തേക്ക് ഒരു തുകയാവുകയും അത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. കൊല്ലം പെരുമ്പുഴയിലെ ഒരു വ്യക്തിക്കാണ് കൊടുത്തത്. ഒരു തെങ്ങേറ്റ തൊഴിലാളിയായിരുന്നു അദ്ദേഹം. തെങ്ങ് കയറുന്നതിനിടയിൽ വീണു. വേറെ ആരുമില്ല കുടുംബത്തെ നോക്കാൻ. അദ്ദേഹം കിടപ്പിലാണ്. 3 വർഷമായിട്ട് മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്നു. ഭാര്യയുണ്ട്, പക്ഷെ ഭാര്യയ്ക്ക് കുടുംബം കൊണ്ടുപോകാൻ സാധിക്കുന്ന ആരും തന്നെ ആ കുടുംബത്തിൽ ഇല്ല. അപ്പോൾ അവർക്കാണ് നമ്മൾ ആ തുക കൈമാറിയത്. അയച്ചു തന്നവർക്കും ഇതിൻ്റെ പുറകിൽ ഓടുന്ന ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ളവർക്കും എല്ലാം നന്ദി പറയുന്നു. ഇനി ഇത് എൻ്റെ ആഗ്രഹം, എൻ്റെ ലൈഫ് ലോങ് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. ഞാൻ മരിക്കുന്നവരെ എനിക്കിത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അത് ഈ രീതിയിലാണല്ലേ, കുറച്ചും കൂടെ കഴിയുമ്പോൾ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഒരു കുട്ടികളുടെ പഠനമായിക്കോട്ടെ, ചികിത്സാ സഹായങ്ങളായിക്കോട്ടെ, അർഹതപ്പെട്ടവർക്ക് എത്തട്ടെ ഒരു ചെറിയ രീതിയിൽ. അതും ആർക്കും എനിക്ക് എപ്പോഴും തോന്നുന്നത്, നമ്മൾ ഒരാൾക്ക് പിരിക്കാൻ പോകുമ്പോൾ, ഒരു കാശ് പിരിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ കളയുന്നത് എന്നുള്ളൊരു ചിന്തയാണ് ഏറ്റവും വിഷമം. അപ്പം അത് ഇവിടെ വരുന്നില്ലല്ലോ. ഒരു 50 രൂപയില്ലേ, ഒരു 30 രൂപയില്ലേ, ഒരു 10 രൂപയില്ലേ, അത് തന്നാൽ മതി. അപ്പോൾ ആ ഒരു വിഷമം വരുന്നില്ല. എൻ്റെ രണ്ടാമത്തെ ഗുണം എന്ന് കാണുന്നത്, ഇതിൽ 1 രൂപ പോലും ചോരുന്നില്ലല്ലോ. ഇതെല്ലാം എഴുതി ആരൊക്കെ തന്നെന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ മാതൃസ്പർശം വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുകയാണ്. 1 രൂപ പോലും എവിടെയും പോകില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് കിട്ടേണ്ട അർഹതപ്പെട്ട വ്യക്തികളായി കിട്ടും എന്ന് ഉറപ്പും വരുന്നു. ഇത് രണ്ടും വരുമ്പോൾ ഇത് വിജയിക്കേണ്ടത് തന്നെയാണ്. ഇത് നിർത്താതെ പോകാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.